കുഞ്ഞിന്റെ ജെനിറ്റൽ ഏരിയാസിലൊക്കെ ചെറിയ ചുമന്ന കുരുക്കൾ വരാൻ തുടങ്ങി. ഡയപ്പർ റാഷ് വരാനുള്ള ചില കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഹഗ് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്കൊരു പ്ലാസ്റ്റിക്കിൽ പിടിക്കുന്ന ഒരു ഫീൽ ആണ്. അതിന്റെ ഒരു ഡയപ്പറിന് 19 പോയിന്റ് ചില്ലറ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു വ്യത്യാസം മനസ്സിലാകും. അത് ഈ റാഷ് ക്രീം ആണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ടല്ലോ, ഈ പാന്റ് ടൈപ്പ് ഡയപ്പർ, ടേപ്പ് ടൈപ്പ് ഡയപ്പർ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു വെച്ചാൽ നമുക്ക് ലീക്ക് ഉണ്ടാവില്ല. ഹലോ, നമ്മൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഒത്തിരിയേറെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയപ്പേഴ്സ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിലെ ഡയപ്പേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസുകൾ കാരണം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ ഞാൻ കാണാനിടയായി. അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ ഒരു ഉപയോഗം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. നമുക്ക് ഈ ഒരു കുഞ്ഞിനുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കുഞ്ഞ് ജനിച്ച സമയത്ത് അവൾക്ക് ഒരു ന്യൂബോൺ ഡയപ്പേഴ്സ് പാമ്പേഴ്സിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബേബി ഹഗ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പെട്ടെന്നുള്ളൊരു വാട്ടർ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു കുഞ്ഞുണ്ടാവുമ്പോൾ പുറത്ത് പോയി മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ രാത്രിയാണ് ഇവളുണ്ടായത്. രാത്രി കടകളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന NICU ഉണ്ടായിരുന്ന ഒരു പാമ്പേഴ്സിന്റെ പാക്കറ്റ് എടുത്താണ് ഇവക്ക് യൂസ് ചെയ്തത്. ഇത് യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിന്റെ ജെനിറ്റൽ ഏരിയാസിലൊക്കെ ചെറിയ ചുമന്ന കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് ഡയപ്പർ റാഷ് ആണെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക എന്ന് നോക്കിയപ്പോൾ അവർ പറയുന്നത് ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യണമെന്ന് പറയുന്നു. ഡയപ്പർ റാഷിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അത് ജസ്റ്റ് കണ്ടു 2-3 കുരുവല്ലേ എന്ന് വിചാരിച്ച്, കുരു എന്ന് പറഞ്ഞാൽ വലിയ കുരുക്കളല്ല, ചെറിയ ചുമന്ന് ചെറിയ കുരുക്കൾ, അരിക്കുരുക്കൾ. ഇത് നമ്മൾ ഇന്ന് വിചാരിക്കും ഓക്കെ ഇച്ചിരി അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നാളെ ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതൊരു ഇൻഫെക്ഷനായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയപ്പർ റാഷ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഡയപ്പർ മാറ്റാൻ പറ്റുമെങ്കിൽ വേറെ ഡയപ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അല്ല എങ്കിൽ ഡയപ്പർ റാഷ് ക്രീം നമ്മൾ യൂസ് ചെയ്തിട്ട് മാത്രമേ ഡയപ്പർ യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഞാൻ ഈ പാമ്പേഴ്സിന്റെ യൂസ് ആ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് നിർത്തി. ഡയപ്പർ റാഷ് വരാനുള്ള ചില കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയപ്പർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രോപ്പർ ടൈം ഇന്റർവെല്ലിൽ ഇത് മാറ്റി കൊടുക്കാതെ വരുമ്പോൾ ഭയങ്കരമായി നനവ് അതിനകത്ത് തങ്ങി നിൽക്കുന്ന ഒരു കാരണം കൊണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല ഡയപ്പർ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് അത് കീപ്പ് ചെയ്യത്തില്ലെങ്കിൽ അതിനകത്ത് ഈ ഒരു ഈർപ്പം കാരണം കുഞ്ഞിന് റാഷ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിനെ പോലെ പൊതുവേ നല്ല വിയർക്കുന്ന ശരീരപ്രകൃതി ആണെങ്കിൽ ആ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ അവൾക്ക് അതിനുള്ളിലൊരു ആവി എടുത്ത് ആ ഒരു ആവി കൊണ്ടും ഒരു ഉഷ്ണം കൊണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു പാമ്പേഴ്സിന്റെ ഡയപ്പർ മാറിയിട്ട് ഞാൻ മേടിച്ചത് നമ്മുടെ ബേബി ഹഗിന്റെ ഡയപ്പേഴ്സാണ്. ബേബി ഹഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ ഭയങ്കര പൈസയാണല്ലോ. ശരിയാണ്, ബേബി ഹഗ് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യണോ വേണ്ടിയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നല്ലൊരു ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനം വാങ്ങിക്കണം, എത്ര വിലയായാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് ബേബി ഹഗ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ 2 ഡയപ്പേഴ്സ് കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അകത്തുള്ള ടോക്സിക് കമ്പോണൻസ്, ഇന്റേണൽ കമ്പോണൻസിനെ പറ്റി നമുക്കറിയില്ല. അവർ ക്ലെയിം ചെയ്യുന്ന ടോക്സിൻ ഫ്രീ അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളൊരു ക്ലെയിം മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പം എനിക്ക് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് പാമ്പേഴ്സിന്റെ ന്യൂബോൺ ഡയപ്പർ അല്ല, പാമ്പേഴ്സിന്റെ ലാർജ് സൈസ് ഡയപ്പറാണ്. ഈ ഒരു ഡയപ്പർ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് ഇതിന്റെ ഒരു സ്ട്രെച്ചബിലിറ്റി. ഇത്രയുമാണ് നോർമലായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് കയ്യിലെടുക്കുമ്പോഴേ നമുക്കൊരു പ്ലാസ്റ്റിക്കിൽ പിടിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു സാധനം കയ്യിലെടുക്കുമ്പോൾ. ഇനി ഇതാണ് നമ്മുടെ ബേബി ഹഗിൻ്റെ ന്യൂബോൺ ഫേസിൽ യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ ശരിക്കും ഒരു ഡയപ്പർ യൂസ് ചെയ്യുന്ന എന്ത് ബേസിസിലാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 4 കിലോ വരെ നമ്മൾ ന്യൂബോൺ എടുക്കും, 4 തൊട്ട് 8 വരെ സ്മോൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയപ്പർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ന്യൂബോൺ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ മറ്റേ യൂറിൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, നിറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ടേപ്പ് ടൈപ്പ് ഡയപ്പറാണ്. ടേപ്പ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കിടന്നു വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അവിടെ കിടന്നൊരു ഇളക്കമായിരിക്കും. നമ്മൾ പിടിച്ചിട്ട് ഇത് ഒട്ടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം പുറകൊക്കെ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അപ്പി ഇടുമ്പോൾ ചിലപ്പോൾ അതുവഴി സ്പ്രെഡായി പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ, നമുക്ക് വലിച്ചു മുറുക്കി കെട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ഈ ഒരു ഡയപ്പർ വരുന്നത്. ഇത് നിങ്ങൾ കൈ എടുക്കുമ്പോൾ തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ആ പാമ്പേഴ്സിന്റെ ന്യൂബോൺ ഡയപ്പർ എടുത്ത് ഇത് കയ്യിലെടുത്തപ്പോൾ ഇതെനിക്കെന്തോ തുവാലയോ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ കയ്യിലെടുക്കുന്ന ഒരു ഡിഫറൻസ് എനിക്ക് വന്നു, ഇതും അതും തമ്മിൽ. അപ്പോൾ അത് പോണക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ
കുറച്ചുകൂടെ ഇതിനകത്ത് നമുക്ക് കപ്പാസിറ്റി, അതായത് യൂറിൻ കുറച്ചുകൂടെ നേരം ഇതിനകത്ത് ഡ്രൈ ആയിട്ട് നമുക്കിത് കുഞ്ഞിന്റെ ദേഹത്ത് ഇടാൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബേബി ഹഗിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബേബി ഹഗിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ റാഷ് പൂർണ്ണമായിട്ട് മാറി. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യവും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണമായിട്ട് റാഷ് കുറഞ്ഞത്. അത് ഈ റാഷ് ക്രീമാണ്. സെബാമെഡിന്റെ ഈ ഒരു റാഷ് ക്രീം നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഞാനിത് യൂസ് ചെയ്ത് സെക്കൻഡ് ഡേ തന്നെ, അതായത് ഒന്ന് തേക്കുമ്പം പ്രത്യേകം ഓർക്കുക, ഇത് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ്. തിക്കാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്, അത്യാവശ്യം തിക്കാണ്. ഈ ക്രീം ചുമ്മാ നമ്മൾ തേച്ചങ്ങ് കളയുവല്ല, അത്യാവശ്യം ഇച്ചിരി കട്ടിക്ക് അവിടെ അപ്ലൈ ചെയ്ത് അവിടെ അങ്ങ് വെച്ചേക്കണം, റാഷ് ഉള്ളിടത്ത്. ഞാൻ യൂസ് ചെയ്തൊരു 2 ഡേയ്സിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടി. അവളുടെ റാഷ് എല്ലാം പോയി. ഞാൻ ഡയപ്പറും മാറ്റിയപ്പം എല്ലാം ഓക്കെ ആയി. സോ റാഷ് എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ഒരു ബേസിസിൽ നോക്കുമ്പോൾ ഇത് നല്ല ഒരു ഡയപ്പറാണ്. പിന്നെ ഇപ്പം കൊച്ചു യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അവൾക്ക് 5 കിലോയുടെ മുകളിലായപ്പം അവളുടെ ഡയപ്പർ മാറി സ്മോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സ്മോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പാമ്പേഴ്സിൻ്റെ ഡയപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കാരണം ഇവൾ കണ്ടിന്യൂസ് അപ്പിടുമ്പം ബേബി ഹഗ് മേടിച്ചാൽ നമുക്ക് മുതലാവത്തില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് അപ്പിടുന്ന ഒരു ടൈമുണ്ട് വൈകുന്നേരം പറയുമ്പോൾ, അപ്പം മാത്രം പെട്ടെന്ന് മാറാനല്ലേ. അതുകൊണ്ട് ഞാൻ പാമ്പേഴ്സിൻ്റെയും കൂടെ മേടിച്ചായിരുന്നു. 199 റുപ്പീസിന് 15 എണ്ണം എന്ന കണക്കിലുള്ള പാമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്. ഇതാണ് അവരുടെ ലാർജ് റേഞ്ച്. ഇതാണ് ഈ പറയുന്ന ബേബി ഹഗിൻ്റെ സ്മോൾ റേഞ്ച്. ഇത് പാമ്പേഴ്സിൻ്റെ ലാർജ് ആണ്, ഇത് അവരുടെ സ്മോൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു വ്യത്യാസം മനസ്സിലാകും. ഡയപ്പറിൻ്റെ കാര്യത്തിൽ വലിപ്പ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഡയപ്പറിൻ്റെ ലാർജിൻ്റെ സ്ട്രെച്ചിങ് ഇങ്ങനെയാണ് പാമ്പേഴ്സിൻ്റെ. അതേസമയം ബേബി ഹഗിൻ്റെ സ്മോളിൻ്റെ സ്ട്രെച്ചിങ് കണ്ടോ? കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈസി ആയിട്ട് ഇത് കുഞ്ഞിൻ്റെ വയറ്റിൽ സ്ട്രെച്ചായി കിടന്നോളും. അങ്ങനെ വലിയ ഇറുകി കിടക്കില്ല. ഞാൻ പാമ്പേഴ്സിന് സ്മോൾ യൂസ് ചെയ്തപ്പോൾ ഇത് കുഞ്ഞിന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. നല്ല രീതിയിൽ വലിഞ്ഞ് അവളുടെ വയറിൽ കിടക്കുന്നില്ലായിരുന്നു. പക്ഷെ ബേബി ഹഗ് കണ്ടോ നിങ്ങൾ? ഇത് വളരെ സോഫ്റ്റ് ആൻഡ് സ്ട്രെച്ചിയാണ്. ഇതിൻ്റെ ഈ ഒരു പാക്കിൽ നമ്മൾ കൈയിടുമ്പോൾ തന്നെ നമുക്കൊരു പഞ്ഞിക്കെട്ടിനകത്തോട്ട് കൈയിടുന്നൊരു ഫീലാണ്. അതായത് ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ഡയപ്പറിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ പാമ്പേഴ്സ് വരുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് പിടിക്കുന്ന ഒരു ഫീലാണ്. അപ്പം അതിൽ നിന്ന് തന്നെ ഇത് കോട്ടൻ്റെ കണ്ടന്റ് കൂടുതലാണെന്നും കുഞ്ഞിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്നും നമുക്ക് മനസ്സിലാകും. പിന്നെ ഇതിലും നമുക്ക് യൂറിൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടല്ലോ, ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്കിത് പൊക്കിയെടുക്കാം. ഇതിങ്ങനെ മടക്കി നമുക്ക് ഈ ഡയപ്പർ ഇങ്ങനെ കെട്ടിവെക്കാം. മീൻസ് എടുത്ത് എറിഞ്ഞു കളയാതെ നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടി നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഇത് ക്യാരി ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാമ്പേഴ്സ് വേഴ്സസ് ബേബി ഹഗ് ഞാൻ നോക്കിയപ്പം സ്ട്രെച്ചബിലിറ്റി വൈസ് ഡ്രൈനെസ് കൂടുതൽ നേരം കാത്തു വെക്കുന്നതിൽ, കൂടുതൽ യൂറിൻ കണ്ടെയ്ൻ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബോഡിയിൽ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന കാര്യത്തിൽ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പാമ്പേഴ്സിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു ബേബി ഹഗ് ആണ്. പിന്നെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയപ്പറിന്റെ ഒരു റേറ്റ് ആണ്. ബേബി ഹഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഡയപ്പറിന് 19 പോയിന്റ് ചില്ലറ, അതാണ് അതിന്റെ ഒരു റേറ്റ് ആയിട്ട് വരുന്നത്. അതേസമയം നിങ്ങൾ പാമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് 13 പോയിന്റ് സംതിങ് ആണ് അതിന്റെ ഒരു വിലയായിട്ട് വരുന്നത്. സോ 199 രൂപയ്ക്ക് 15 എണ്ണം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നീതി സ്റ്റോറിലോ മറ്റോ ആണ് പോയി മേടിക്കുന്നതെങ്കിൽ അത് 175 രൂപയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് 15 എണ്ണം കിട്ടും. അതിനുള്ള കൺസെഷൻ ഉണ്ട്. അതേസമയം ലാർജ് വരുമ്പോൾ പാമ്പേഴ്സിന് വരുന്നത് 17 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. അപ്പോഴും ബേബി ഹഗിന്റെ സ്മോളിന് 19 ആണെന്ന് ഓർക്കണം. നല്ല രീതിയിലുള്ള ഒരു വില വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി മേക്കിങ്ങിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനത്തിനും കുറച്ച് പരിമിതികളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ പാമ്പേഴ്സിന്റെ തന്നെ ബെറ്റർ വേർഷൻ ഉണ്ട്, പ്രീമിയം അങ്ങനെയൊക്കെ. അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന ഈ ബേസിക് ആയിട്ടുള്ള പാമ്പേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയും ബേബി ഹഗ് നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയാൽ ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഉറങ്ങുന്ന സമയം, നമ്മൾ പുറത്തെവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയം, ഈ ടൈമുകളിൽ നിങ്ങൾ ബേബി ഹഗ് യൂസ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂസ് അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്ന ടൈമിൽ കുഞ്ഞിന്റെ ഡയപ്പർ ഇടാതിരിക്കുവോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുവോ, ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ പറയുന്ന പാമ്പേഴ്സോ വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡയപ്പറിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്മോൾ ഡയപ്പർ മേടിക്കുമ്പോൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ പാൻറ് ടൈപ്പ് ഡയപ്പർ, അതായത് നമ്മൾ പാൻറ്റീസ് പോലെ കയറ്റിയിടുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേപ്പ് ടൈപ്പ് ഡയപ്പർ, അതായത് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സാധനം. ഈ ഒട്ടിച്ച് വെക്കുന്ന സാധനം നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പോലെ അത്യാവശ്യം നല്ല കുരുകുരുപ്പ് പിടിച്ചതാണെങ്കിൽ
ഇത് യൂസ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. കാരണം ഇത് ഒട്ടിക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ ടൈം അവൾ ചിലപ്പം തന്നെന്ന് വരില്ല. ഇപ്പം ഇങ്ങനെ കാലേ കുത്തി പുറകോട്ട് പോകുന്നൊരു സ്വഭാവമുണ്ട്. 3 മാസമേ ആയുള്ളൂ, ഒരു 2.5 മാസം തൊട്ടേ അത് തുടങ്ങിയായിരുന്നു. ആ ടൈമിലൊക്കെ നമുക്ക് വളരെ പാടായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങനത്തേത് വരുമ്പോൾ പൈസയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തേതിനേക്കാട്ടിലും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഈ ഒരു പാൻ ടൈപ്പ് ഡയപ്പർ. ചെറിയ വ്യത്യാസം. ഇത്രയും വലിയ പാക്കായിട്ടാണ് മേടിക്കുന്നത്, അതായിരിക്കും നമുക്ക് കൂടുതൽ യൂസ്ഫുൾ. ഇതൊരു 84 ഡയപ്പേഴ്സ് വരുമായിരുന്നു. അതിന് 1599 ഇവർ MRP കൊടുത്തിരിക്കുന്നത്, 1599. പക്ഷേ നമുക്ക് അവരുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് വരും. ഇതൊരു 1300 അല്ലെങ്കിൽ 1100 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇതവർ ടേപ്പ് ടൈപ്പ് ഡയപ്പർ 84 എണ്ണമായിട്ടാണ് വരുന്നത്. അതേസമയം നമ്മൾ അവരുടെ പാൻസ് ടൈപ്പ് ഡയപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഈ 70 എണ്ണം വരുമ്പോൾ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1300 ആണ്. ഇത് നമുക്ക് 1100 സംതിങ്ങിന് കിട്ടും. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് അവരുടെ ക്ലബ് മെമ്പർഷിപ്പ് വേണം. മെമ്പർഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്രൈഡ് മെമ്പർഷിപ്പ് ആണ്. അത് നമുക്ക് അവരുടെ ഷോപ്പിൽ ഏത് സാധനം മേടിക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടും. അത് നമ്മൾ പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡയപ്പേഴ്സിലൊക്കെ ലാഭം കിട്ടും. പിന്നെ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊക്കെ അത്യാവശ്യം ലീക്ക് ഉണ്ട്. അതായത് ചെറിയ രീതിയിൽ പുറകെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ചും കിടക്കും ഇത് ഫിറ്റ് ആയിട്ട് കിടക്കുക എന്നുള്ളത്. എൻ്റെ കൊച്ചിൻ്റെ വയറിലോട്ടും കയറി കിടക്കില്ല, പുറകും നല്ല രീതിയിൽ കയറി കിടക്കില്ല, അതിങ്ങനെ ഇറങ്ങി കിടക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മിക്കപ്പോഴും ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഡയപ്പറിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഈ ടേപ്പ് ടൈപ്പ് ഡയപ്പർ യൂസ് ചെയ്യുമ്പം ലീക്ക് ഉണ്ടാകുന്ന മെയിലിൻ്റെ ഈ സൈഡിൽ കൂടി ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഫ്രില്ല് പോലത്തെ സാധനം കണ്ടോ, ഈ ഫ്രില്ല് പോലത്തെ സാധനം ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ ഫ്രില്ല് പുറത്തോട്ട് വരാറില്ല. നമ്മൾ ഡയപ്പർ ഇട്ടതിന് ശേഷം കുഞ്ഞിൻ്റെ കാലിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു ഫ്രില്ലുണ്ടല്ലോ, ഇത് പുറത്തേക്ക് വലിച്ചു വെക്കണം. ഇത് കണ്ടോ, ഈ ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു വെക്കണം. ഇത് മിക്കപ്പോഴും അകത്തേക്ക് ഇരിക്കുമ്പോഴാണ് ലീക്ക് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ പുറത്തേക്ക് വലിച്ചു വെച്ചാൽ നമുക്ക് ലീക്ക് ഉണ്ടാവില്ല. 2 സൈഡിലും അതുപോലെ പുറത്തേക്ക് ആ ഫ്രില്ല് വലിച്ചു വെച്ചാൽ അത്രയേറെ ലീക്ക് സൈഡിൽ കൂടെ ഉണ്ടാവത്തില്ല. ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലോത്ത് ഡയപ്പർ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതങ്ങ് നനഞ്ഞു കുതിരും. പിന്നെ കുഞ്ഞി തണുപ്പിനകത്ത് തന്നെ കിടക്കുന്ന ഒരു അവസ്ഥ പറ്റില്ല. ഇത് നല്ല രീതിയിൽ ഉണങ്ങിയെടുക്കാനും പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വല്ലതും ഉണ്ടാകുമോ ഈ ക്ലോത്തിൽ നിന്നുള്ള പേടിയും നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലും അവളുടെ ഈ ഒരു ഏജിലും എനിക്ക് അത്ര കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. സോ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കൂടുതലായിട്ട് അവളിൽ യൂസ് ചെയ്യുന്നത് ഡയപ്പേഴ്സ് തന്നെയാണ്. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് ഇരിക്കാനും കുഞ്ഞിനെ നമുക്കൊന്ന് മൂത്രമൊഴിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ പയ്യെ അവളെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കാലക്രമേണ ഈ ഒരു യൂസേജ് അങ്ങ് പയ്യെ കുറയ്ക്കാൻ പറ്റും ഡയപ്പേഴ്സിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഡയപ്പേഴ്സിന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡയപ്പർ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതിന്റെ നോർമൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണാം, മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.